ಕಲಿಯುತ್ತಿರುವಂತಹ ಸರಣಿ ಪ್ರಕಾರವಾದ ಪುಸ್ತಕದಲ್ಲಿ ಸ್ವಲ್ಪ ಹೊತ್ತು ನಿಮ್ಮ ಧ್ಯಾನ ತಿರುಗಿಸಿ ನಂತರ ನನ್ನ ಮೈಕನ್ನು ಅವರಿಗೆ ಕೊಡಲಿದ್ದೇನೆ. നമ്മൾ ആരോഹണ ഗീതങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ്. ನಾವು ಯಾತ್ರಾ ಗೀತೆಗಳನ್ನು ಕಲಿಯುತ್ತಾ ಬರ್ತಿದ್ದೇವೆ. ഒരു ഇസ്രായേൽ ജനങ്ങൾ തങ്ങളുടെ യെരൂശലേം ആലയത്തിലേക്ക് പോകുമ്പോൾ ആ യാത്രയിൽ പാടിക്കൊണ്ട് ചെല്ലുന്ന പാട്ടാണ് ആരോഹണ ഗീതങ്ങൾ. ನಮ್ಮ ಇಸ್ರಾಯೇಲ್ ಜನರು ಯೆರೂಸಲೇಮ್ ದೇವಾಲಯಕ್ಕೆ ಹೋಗುವಾಗ ಅವರು ಹಾಡಿಕೊಂಡು ಹೋಗುವಂತ ಗೀತೆಗಳೇ ಯಾತ್ರಾ ಗೀತೆಗಳು. നമ്മൾ 4 സങ്കീർത്തനങ്ങൾ അതിൽ നിന്ന് പഠിച്ചല്ലോ. ಈಗಾಗಲೇ 4 ಕೀರ್ತನೆಗಳು ನಾವು ಕಲಿತಿದ್ದೇವೆ. ഇന്ന് 124ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വഹിക്കാം. ಇಂದು ನಾವು 124ನೇ ಕೀರ್ತನೆಗೆ ಧ್ಯಾನ ತಿರುಗಿಸೋಣ. 120ാം സങ്കീർത്തനം തൊട്ട് 134 സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ಕೀರ್ತನೆ 120 ರಿಂದ ಹಿಡಿದು 134 ರವರೆಗೂ 15 ಕೀರ್ತನೆಗಳು ಯಾತ್ರಾ ಗೀತೆಗಳು. കഴിഞ്ഞ ആഴ്ച നമ്മൾ 123ാം സങ്കീർത്തനം പഠിച്ചു. ಕಳೆದ ವಾರ ನಾವು ಕೀರ್ತನೆ 123 ಕಲಿತೆವು. കരുണയ്ക്കായി ദൈവത്തെ അപേക്ഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ಕರುಣೆಗಾಗಿ ದೇವರ ಬಳಿ ಬೇಡಿಕೊಳ್ಳುವ ಕೀರ್ತನೆ. ഇന്ന് 124ാം സങ്കീർത്തനത്തിൽ ಇಂದು 124ನೇ കീರ್ತನೆಯಲ್ಲಿ കരുണയ്ക്ക് വേണ്ടി യാചിച്ച ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഉത്തരം തന്നെയാണ് 124ാം സങ്കീർത്തനം. ಆ ಕರುಣೆಗಾಗಿ ಬೇಡಿಕೊಂಡ ದೇವರ ಮಗುವಿಗೆ ದೇವರು ಕೊಡುವ ಉತ್ತರವೇ 124ನೇ ಕೀರ್ತನೆ. ഒരു വിടുതലിന്റെ സങ്കീർത്തനം തന്നെയാണ് 124ാം സങ്കീർത്തനം. ಒಂದು ಬಿಡುಗಡೆಯ ಕೀರ್ತನೆಯೇ ಆಗಿದೆ 124ನೇ ಕೀರ್ತನೆ. വിശേഷമായി 15 സങ്കീർത്തനങ്ങൾ നമ്മൾ ദൈവത്തോട് അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന സങ്കീർത്തനമാണ്. ವಿಶೇಷವಾಗಿ 15 ಕೀರ್ತನೆಗಳು ನಾವು ದೇವರ ಸಮೀಪಕ್ಕೆ ಬರುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡುವ ಕೀರ್ತನೆಗಳು. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സങ്കീർത്തനങ്ങൾ 3ആയി വിഭാഗിച്ചാൽ ಕಳೆದ ವಾರಗಳು ನಾನು ಹೇಳಿದ್ನಲ್ಲ, ಈ ಕೀರ್ತನೆಗಳನ್ನೆಲ್ಲ 3 ಭಾಗವಾಗಿ ವಿಂಗಡಿಸಿದರೆ, ഒന്നാം സങ്കീർത്തനം കഷ്ടതയിൽ നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 1ನೇ ಕೀರ್ತನೆ ಕಷ್ಟದಲ್ಲಿ ಇಕ್ಕಟ್ಟಿನಲ್ಲಿ ಕೂಗುವಂತ ಕೀರ್ತನೆ. അടുത്ത സങ്കീർത്തനം കഷ്ടതയിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഒരു സങ്കീർത്തനം. ಅದರ ಮುಂದಿನ ಕೀರ್ತನೆ ನೋಡುವುದಾದ್ರೆ ಕಷ್ಟದ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಮೇಲೆ ಭರವಸೆ ಇಡುವ ದೇವರ ಮಗುವಿನ ಕೀರ್ತನೆ. മൂന്നാമത്തെ സങ്കീർത്തനം അതിൽ കാണുന്നത് ദൈവം കൊടുത്ത വിടുതൽ, ജയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനം. ಅದರ ಮುಂದಿನ ಕೀರ್ತನೆ ನೋಡುವುದಾದ್ರೆ ಆ ಕಷ್ಟಗಳ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಮಗುವಿಗೆ ದೇವರು ಕೊಟ್ಟಂತ ಬಿಡುಗಡೆ, ಜಯದ ಬಗ್ಗೆ ಹೇಳುವಂತ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, കഷ്ടതയിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തെ നോക്കി നിലവിളിക്കുകയാണ്. ಕಳೆದ ವಾರಗಳಲ್ಲಿ ನಾವು ಕಲಿತೆವು, ದೇವರ ಕಷ್ಟದಲ್ಲಿ ಇರುವಂತ ದೇವರ ಮಗು ದೇವರನ್ನು ನೋಡಿ ಅಪೇಕ್ಷೆ ಇಟ್ಟು ಬೇಡಿಕೊಳ್ಳುತ್ತಾ. നമ്മളും ഒരു യാത്രയിലാണ്. ನಾವೊಂದು ಯಾತ್ರೆಯಲ್ಲಿದ್ದೇವೆ. ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുകയാണ്. ಕ್ರಿಸ್ತನನ್ನು ನೋಡಿ ನಾವು ಯಾತ್ರೆ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുകയാണ്. ಶಿಲುಬೆಯನ್ನು ನೋಡಿ ನಾವು ಯಾತ್ರೆ ಮಾಡುತ್ತಿದ್ದೇವೆ. ഈ പ്രയാണത്തിൽ കഷ്ടതയുണ്ട്. ಈ ಪ್ರಯಾಣದಲ್ಲಿ ಕಷ್ಟಗಳು ಉಂಟು. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ಈ ಲೋಕದಲ್ಲಿ ನಿಮಗೆ ಕಷ್ಟಗಳು ಸಂಕಟಗಳು ಉಂಟು ಎಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದ್ದಾರೆ. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. ಆದರೆ ಯೇಸು ಮುಂದಿನ ವಾಕ್ಯದಲ್ಲಿ ನೀವು ಧೈರ್ಯವಾಗಿರ್ರಿ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാൽ. ನಾನು ಲೋಕವನ್ನು ಜಯಿಸಿರುವ ಕಾರಣ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവൻ സഹായിക്കുന്ന ദൈവമാണ്. ಆ ದೇವರಲ್ಲಿ ಭರವಸೆ ಇಡುವವರನ್ನು ಕರ್ತನು ಸಹಾಯ ಮಾಡುವ ದೇವರು. 124ാം സങ്കീർത്തനം പെട്ടെന്ന് പഠിക്കാം. 124ನೇ ಕೀರ್ತನೆ ತಕ್ಷಣವಾಗಿ ಓದಿಕೊಳ್ಳೋಣ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ. ഈ സങ്കീർത്തനത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു പദം അവിടെ കടക്കുകയാണ്. ನೋಡಿ, ಈ ಕೀರ್ತನೆಯಲ್ಲಿ ಇಲ್ಲದಿದ್ದರೆ ಎಂಬುದಾಗಿರುವ ಪದ ಬರೆಯಲ್ಪಟ್ಟಿದೆ. യഹോവ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ಯೆಹೋವನು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇಲ್ಲದಿದ್ದರೆ, ഓർത്തു നോക്കുവിൻ നമ്മുടെ അവസ്ഥ എന്തായി തീർന്നേനെ. ಆಲೋಚಿಸಿ ನೋಡಿ ನಮ್ಮ ಅವಸ್ಥೆ ಏನಾಗಿದ್ದಿರಬಹುದು. യഹോവ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം തന്നത്. ಓ, ಯೆಹೋವನು ಇರುವ ಕಾರಣವೇ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವ್ಯತ್ಯಾಸ ಕೊಟ್ಟಿದ್ದು. പറയാൻ സാധിക്കും, യഹോവ ഇരുന്ന കാര്യം എന്റെ ജീവിതത്തിൽ വ്യത്യാസം. ಎಷ್ಟು ಜನ ಇಂದು ಹೇಳಲು ಸಾಧ್ಯ, ಯೆಹೋವ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇದ್ದ ಕಾರಣ ನನ್ನ ಜೀವಿತವು ವ್ಯತ್ಯಾಸವಾಗಿದೆ. കുടുംബത്തിൽ യഹോവ ഉള്ളത് കാരണം, ನನ್ನ ಕುಟುಂಬದಲ್ಲಿ ಯೆಹೋವನಿರುವ ಕಾರಣ, എന്റെ ജീവിതത്തിൽ യഹോവ ഉള്ളത് കാരണം, ನನ್ನ ಜೀವಿತದಲ್ಲಿ ಯೆಹೋವನಿರುವ ಕಾರಣ, എന്റെ പഠിത്തത്തിൽ യഹോവ ഉള്ളത് കാരണം, ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಯೆಹೋವನಿರುವ ಕಾರಣ, എന്റെ കഷ്ടതയുടെ മധ്യത്തിൽ യഹോവ ഉള്ളത് കാരണം. ಯಾಕೆ ಬೇಕು, ನನ್ನ ಕಷ್ಟಗಳ ಮಧ್ಯದಲ್ಲಿ ಯೆಹೋವನಿರುವ ಕಾರಣ. പറയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ട്, ಅದನ್ನು ಹೇಳುವವರು ಕರ್ತನನ್ನು ಸ್ತುತಿಸಿರಿ. നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം തന്നത് യഹോവയാണ്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವ್ಯತ್ಯಾಸ ಕೊಟ್ಟಿದ್ದು ಯೆಹೋವನಾಗಿದೆ. ജീവിതം വ്യത്യാസമായി തീരണോ, യഹോവയിൽ ആശ്രയിക്കണം. ನಮ್ಮ ಜೀವಿತವು ವ್ಯತ್ಯಾಸವಾಗಬೇಕು, ಯೆಹೋವನಲ್ಲಿ ಭರವಸೆ ಇಡಬೇಕು. സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ട്, ಕೀರ್ತನೆಗಾರನು ಹೇಳುವುದನ್ನು ಗಮನ ಬಿಟ್ಟು ನೋಡ್ರಿ. ആ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പോയ അനേക അവസ്ഥകൾ കാണുകയാണ്. ಈ ಕೀರ್ತನೆಯಲ್ಲಿ ಕೀರ್ತನೆಗಾರನು ಹಾದು ಹೋದಂತ ಅನೇಕ ಅವಸ್ಥೆಗಳು ತೋರಿಸಲ್ಪಡುತ್ತವೆ. വാക്യം നോക്കിയാട്ട്, 3ನೇ ವಾಕ್ಯ ನೋಡ್ರಿ, 4ാം വാക്യം, 4ನೇ ವಾಕ್ಯ, 5ാം വാക്യം, 5ನೇ ವಾಕ್ಯ. ഓ, എന്ത് കഷ്ടങ്ങളിൽ കൂടെ ദേവദാസനാണ്. ನೋಡಿ, ಎಷ್ಟು ಕಷ್ಟಗಳಲ್ಲಿ ಸಾಗಿ ಹೋದ ದೇವ ಭಕ್ತನು. ദാവീദാണ് ഈ സങ്കീർത്തനം രചിച്ചത്. ದಾವೀದನು ಈ ಕೀರ್ತನೆ ಬರೆದಿದ್ದಾನೆ. തന്റെ ഊഹയിൽ താൻ പറയുന്ന കാര്യം, സങ്കല്പത്തിൽ പറയുന്ന കാര്യം, ಇಗೋ ತನ್ನ ಗ್ರಹಿಕೆಯಲ್ಲಿ ಹೇಳುವಂತ ಕಾರ್ಯಗಳು. തന്റെ കഷ്ടത വന്ന രീതി നോക്കുവിൻ, 3ാം വാക്യം. ಆತನಿಗೆ ಬಂದ ಕಷ್ಟಗಳ ರೀತಿ ನೋಡ್ರಿ, 3ನೇ ವಾಕ್ಯ. അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, ജനങ്ങൾ ഞങ്ങളുടെ വിരോധമായി വന്നു,
രണ്ടാം വാക്യത്തിന്റെ അവസാനം 2ನೇ ವಾಕ್ಯದ ಕೊನೆಯ ಭಾಗ ನೋಡಿ, ಜನರು ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಬಂದರು, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചു. ಅವರ ಕೋಪವು ನಮ್ಮ ಮೇಲೆ ಜ್ವಲಿಸಿತು. ആ കോപം വന്നപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിച്ചേനെ? ಆ ಕೋಪ ಬಂದಾಗ ಈ ಮನುಷ್ಯನು ಹೇಗೆ ಪ್ರಕ್ರಿಯೆ ಮಾಡುತ್ತಿದ್ದನು? അവർ നമ്മെ ജീവനോടെ ജീവനോടെ വിഴുങ്ങി കളഞ്ഞേനെ. ಜೀವ ಸಹಿತವಾಗಿ ನಮ್ಮನ್ನು ನುಂಗಿ ಬಿಡುತ್ತಿದ್ದರು. നമ്മളില്ല അഡ്രസ് ഇല്ലാതെ പോയേനെ. ನಾವು ವಿಲಾಸವಿಲ್ಲದೆ ಹೋಗುತ್ತಾ നമ്മുടെ ಇದ್ದೆವು. ജീവിതത്തിൽ വ്യത്യാസം തന്നത് യഹോവയാണ്. ಆದರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವ್ಯತ್ಯಾಸ ಕೊಟ್ಟಿದ್ದು ಯೆಹೋವನು. ജീവനോടിരിക്കുന്നത് അവന്റെ കൃപയാണ്. ಓ, ಇಂದು ನಾವು ಜೀವಂತವಾಗಿರುವುದು ಆತನ ಕೃಪೆ. ഒന്നാം വാക്യം ഒന്നുകൂടെ നമ്മൾ പഠിക്കാം. 1ನೇ ವಾಕ್ಯ ಮತ್ತೊಂದು ಆವರ್ತಿ ಓದೋಣ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ നമ്മുടെ പക്ഷത്തിൽ ഉള്ളത് കാരണമാണ് നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം. ಕೀರ್ತನೆಗಾರನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಯೆಹೋವನು ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಇರುವ ಕಾರಣವೇ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವ್ಯತ್ಯಾಸ. 2 പ്രാവശ്യം എടുത്തു പറയുകയാണ്, അത് ഒരു ഉറപ്പ് കാണിക്കുകയാണ്. 2 ಬಾರಿ ಅದನ್ನು ಎತ್ತಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ಅದು ಒಂದು ಖಚಿತತೆಯನ್ನು അതെ, ತೋರಿಸುತ್ತದೆ. യേശു തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ 15ന്റെ 5ാം വാക്യം. ಹೌದು, ಯೇಸುವೇ ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳಿದಂತ ಕಾರ್ಯ ಯೋಹಾನನ ಸುವಾರ್ತೆ 15:5ನೇ ವಾಕ್ಯ. നമ്മൾ ദൈവ സന്നിധാനത്തിൽ ആരാണ്? ನಾವು ದೇವರ ಸಮಕ್ಷದಲ್ಲಿ ಯಾರಾಗಿದ್ದೇವೆ? John chapter 15 and verse number 5. ಯೋಹಾನನ ಸುವಾರ್ತೆ 15:5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നನ್ನನ್ನು ಬಿಟ್ಟು ನೀವು ಏನು ಮಾಡಲಾರಿರಿ. യഹോവ നമ്മുടെ കൂടെ ഉള്ളതാണ് ഉറപ്പോടെ എന്ന് പറയാൻ സാധിക്കും. ಹೌದು, ಯೆಹೋವ ನಮ್ಮ ಸಂಗಡ ಇರುವ ಕಾರಣ ಒಂದು ಖಚಿತವಾಗಿ ನಾವು ಹೇಳಲು ಸಾಧ್ಯ. അതാണ് നമ്മൾ ജീവനോടെ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ಆದ್ದರಿಂದಲೇ ನಾವು ಜೀವ ಸ್ವರೂಪರಾಗಿ ದೇವರನ್ನು ಆರಾಧಿಸಲು ಬಂದಿದ್ದೇವೆ. അതാണ് നമ്മളെ കുടുംബമായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ಅದನ್ನೇ ಆ ಒಂದು ಕಾರ್ಯವೇ ನಮ್ಮನ್ನು ಕುಟುಂಬವಾಗಿ ಕರೆ ತಂದಿದೆ. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ സ്വതന്ത്രത്താൽ എന്റെ കഴിവിനാൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ಎಲ್ಲರೂ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ಕಾರ್ಯ, ನನ್ನ ಸ್ವತಂತ್ರತೆಯೋ ನನ್ನ ಸಾಮರ್ಥ್ಯದಿಂದ ನಾನು ಜೀವಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ഗലാത്യർ 6ന്റെ 3ാം വാക്യത്തിൽ പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്. ಗಲಾತ್ಯದವರಿಗೆ 6ನೇ ಅಧ್ಯಾಯದ 3ನೇ ವಾಕ್ಯದಲ್ಲಿ ಪೌಲನು ಗಲಾತ್ಯ ಸಭೆಗೆ ಹೇಳುವಂತ ಕಾರ್ಯ ನೋಡ್ರಿ. Galatians chapter 6 and verse number 3. ಗಲಾತ್ಯದವರಿಗೆ 6:3ನೇ ವಾಕ್ಯ ನೋಡ್ರಿ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ, ಯಾರೆങ്കിലും ತಾನ್ ಮಹಾನ, തനിക്കെല്ലാം അറിയാമെന്ന് നിരൂപിച്ചാൽ, ನೋಡಿ, ಯಾರಾದರೂ ತಾನು ಶ್ರೇಷ್ಠನು ಎಂಬುದಾಗಿ ನಿರೂಪಿಸಿದರೆ തന്നെത്താൻ വഞ്ചിക്കുന്നു. താൻ തന്നെത്താൻ വഞ്ചിക്കുകയാണ്. ಆತನು ತನ್ನನ್ನು ತಾನೇ ವಂಚಿಸಿಕೊಳ್ಳುತ್ತಾನೆ. ദൈവമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും. ನಾನು ದೇವರಿಲ್ಲದೆ ಜೀವಿಸಲು ಸಾಧ್ಯ. എന്റെ കഴിവ്, ജ്ഞാനം, എന്റെ വിദ്യാഭ്യാസം, ನನ್ನ ಸಾಮರ್ಥ್ಯ, ಜ್ಞಾನ, ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸ, എനിക്ക് ആരുമില്ലാതെ എനിക്ക് ജീവിച്ച് കാണിക്കാമെന്ന് പറയുന്നവർ, ನನಗೆ ಯಾರು ಇಲ್ಲದರೂ ಜೀವಿಸಿ ತೋರಿಸ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳುವವರು പറയുകയാണ്, നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ, ಅಂತವರು ತಮ್ಮನ್ನೇ ವಂಚಿಸಿಕೊಳ್ಳುತ್ತಾರೆ. നമ്മുടെ സഹായം യഹോവയിൽ നിന്നാണ്. ಓ, ನಮ್ಮ ಸಹಾಯವು ಯೆಹೋವನಿಂದಲೇ. അതാ സങ്കീർത്തനക്കാരൻ ഇസ്രായേലിനോട് എല്ലാവരും ഏറ്റുപറയുവീൻ. ಆದ್ದರಿಂದಲೇ ಕೀರ್ತನೆಗಾರನು ಇಸ್ರಾಯೇಲರಿಗೆ ಎಲ್ಲರೂ ಅರಿಕೆ ಮಾಡಿ യഹോവ നമ്മുടെ പക്ഷം ഇരുന്നതാണ് നമുക്ക് വ്യത്യാസം. ಯೆಹೋವನು ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಇದ್ದ ಕಾರಣವೇ ನಮಗೆ ವ್ಯತ್ಯಾಸ ಬಂದಿತು. നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ ദൈവം ഇമ്മാനുവേൽ എന്ന പേരോടെ ഈ ഭൂലോകത്തിൽ വന്നു. ಸತ್ಯವೇದದಲ್ಲಿ ನಾವು ನೋಡುವುದಾದ್ರೆ ದೇವರು ಇಮ್ಮಾನುವೇಲ್ ಎಂಬುದಾಗಿರುವ ಹೆಸರಿನೊಟ್ಟಿಗೆ ಭೂಲೋಕದಲ್ಲಿ ಬಂದ. ഇമ്മാനുവേൽ, ദൈവം നമ്മളോട് കൂടെ. ಇಮ್ಮಾನುವೇಲ್ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ದೇವರು ನಮ್ಮ ಸಂಗಡ. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നെന്നാൽ ಅದನ್ನೇ ನಾವು ನಂಬುತ್ತಾ ಇದ್ದೇವೆ, ದೇವರು ನಮ್ಮ ಸಂಗಡ ಇದ್ದಾರೆ. നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವ್ಯತ್ಯಾಸ. 118ാം സങ്കീർത്തനം 6ാം വാക്യം പറയുകയാണ്. ಕೀರ್ತನೆ 118 6ನೇ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, യഹോവ എന്റെ പക്ഷമുള്ളതിനാൽ ಯೆಹೋವನು ನನ್ನ ಪಕ್ಷದಲ್ಲಿ ಇರುವ ഞാൻ ಕಾರಣ ആരെ ഭയപ്പെടും. ನಾನು ಯಾರಿಗೆ ಭಯಪಡೇನು. യഹോവ നമ്മുടെ പക്ഷത്തിൽ ഇരിക്കുന്നതാണ് നമ്മുടെ വ്യത്യാസം. ಓ, ಯೆಹೋವ ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಇರುವುದೇ ವ್ಯತ್ಯಾಸ. റോമർ 8ന്റെ 31-32 വാക്യം. ರೋಮಾಪುರದವರಿಗೆ 8:31-32 ವಾಕ್ಯ നമുക്ക് ആശ്വാസം തരുന്നത്. ಇದೇ ನಮಗೆ ಸಂತೈಸಿಸುವಿಕೆ ಕೊಡುವುದು. ಯಾರಿല്ലെങ്കിലും യഹോവ നമ്മുടെ പക്ഷത്തിലുണ്ട്. ಯಾರು ಇಲ್ಲದಿದ್ದರೂ ಯೆಹೋವ ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಇದ್ದಾನೆ. റോമർ 8ന്റെ 31-32. ರೋಮಾಪುರದವರಿಗೆ 8:31-32. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് ഹല്ലേലൂയ. യഹോവ നമ്മുടെ കൂടെ ഇരുന്നാൽ, ಯೆಹೋವನು ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಇದ್ದರೆ നമുക്ക് വിരോധിയായി നിൽക്കുന്നവർ ആരുമില്ല. ನಮ್ಮ ಎದುರಾಗಿ ನಿಲ್ಲುವವರು ಯಾರೂ ಇಲ್ಲ. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ, ತನ್ನ ಸ್ವಂತ ಕುಮಾರನ ನಮಗಾಗಿ ಕೊಟ್ಟವರು, നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ശക്തനല്ലയോ? ನಮಗಾಗಿ ನಮ್ಮ ಅವಶ್ಯಕತೆಗಳನ್ನು ನೆರವೇರಿಸಲು ಶಕ್ತನಲ್ಲವೇ? വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ಇಂದು ನಂಬುತ್ತೀರಿ? എന്റെ ജീവിതത്തിലെ വ്യത്യാസം യഹോവ എന്റെ പക്ഷമുള്ളതാണ്. ನನ್ನ ಜೀವಿತದ
ಇಲ್ಲದ ವ್ಯತ್ಯಾಸ ಯೆಹೋವ ನನ್ನ ಪಕ್ಷವಿರುವ ಕಾರಣ. യഹോവ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ಯೆಹೋವನು ನನ್ನ ಸಂಗಡ ಇಲ್ಲದಿದ್ದರೆ, ആലോചിച്ച് നോക്കുവീൻ നമ്മുടെ സ്ഥിതി എന്തായി തീർന്നേ. ಯೋಚಿಸಿ ನೋಡ್ರಿ ನಮ್ಮ ಸ್ಥಿತಿ ಏನಾಗುತ್ತಿತ್ತು. ഇതാണ് സങ്കീർത്തനഗാനം 1-2 വാക്യത്തിൽ പറയുന്നത്. ಇದನ್ನ ಕೀರ್ತನೆಗಾರನು 124:1-2 ವಾಕ್ಯದಲ್ಲಿ യഹോവ ಹೇಳ್ತಿದ್ದಾನೆ. നമ്മുടെ പക്ഷത്തിൽ ഉള്ളതിന്റെ ഉറപ്പാണ് അവിടെ. ಯೆಹೋವನು ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಇದ್ದಾನೆ ಎಂಬುದಾಗಿರುವ ಖಚಿತತೆ ಅಲ್ಲಿದೆ ನೋಡಿ. വായിച്ചാട്ട് 6-7 വാക്യങ്ങൾ. ಕೀರ್ತನೆ 124:6-7 ವಾಕ್ಯ ನೋಡ್ರಿ. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവരുടെ പല്ലിന് ഇരയായി കൊടുത്തില്ല യഹോവ. ಅವರ ಹಲ್ಲುಗಳಿಗೆ ಕೊಳ್ಳೆ ಕೊಡಲಿಲ್ಲ ಯೆಹೋವನು. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. പിന്നെയും ഒരു ചിത്രീകരണം അവിടെ കാണുകയാണ്. ಮತ್ತೆ ಒಂದು ಚಿತ್ರಣವನ್ನು ಆತನು അവിടെ ಹೇಳುತ್ತಿದ್ದಾನೆ. പറയുകയാണ് യഹോവയാണ് നമ്മളെ കാത്തു സൂക്ഷിച്ചവൻ, ಯೆಹೋವನೇ ನಮ್ಮನ್ನು ಕಾದು ಕಾಪಾಡಿದವನು ಎಂಬುದಾಗಿ യഹോവയാണ് ಹೇಳ್ತಿದ್ದಾನೆ. നമ്മളെ വിടുവിച്ചവൻ. ಯೆಹೋವನೇ ನಮ್ಮನ್ನು ಬಿಡಿಸಿದವನು ഇവിടെ ಎಂಬುದಾಗಿ ಹೇಳ್ತಿದ್ದಾನೆ. പറയുകയാണ് അപായങ്ങൾ വന്നപ്പോൾ യഹോവ വിടുവിച്ചു. ಆ ವಾಕ್ಯ ಹೇಳ್ತದೆ, ಆ ಅಪಾಯಗಳು ಬಂದಾಗ ಯೆಹೋವನು ಬಿಡಿಸಿದ. 6-ാം വാക്യം പറയുകയാണ് അവരുടെ പല്ലിൽ നിന്ന് വിടുവിച്ചു. 6ನೇ ವಾಕ್ಯ ಹೇಳ್ತದೆ, ಅವರ ಹಲ್ಲುಗಳಿಗೆ ನಾವು ಸಿಕ್ಕದಂತೆ ಬಿಡಿಸಿದ. ഇപ്പോൾ ഒരു ദുഷ്ട മൃഗത്തിന്റെ ഒരു ഇമാജിനറി ഇല്ലെങ്കിൽ ആ ചിത്രീകരണം ഇവിടെ കാണുകയാണ്. ಒಂದು ದುಷ್ಟ ಮೃಗದ ಒಂದು ಊಹೆ ಅಥವಾ ಚಿತ್ರಣವನ್ನು ಕಾಣುತ್ತಾ ഒരു ಇದ್ದೇವೆ. ദുഷ്ട മൃഗത്തിന്റെ കയ്യിൽ അതിന്റെ പല്ലിന് കിട്ടിപ്പോയാൽ പിന്നെ വിടുവിക്കാൻ സാധിക്കില്ല. ಒಂದು ವನ್ಯ ಮೃಗದ ಹಲ್ಲುಗಳಿಗೆ ನಾವು ಸಿಕ್ಕಿಕೊಂಡ್ರೆ ಬಿಡಿಸಲು ಅಸಾಧ್ಯ. എന്തിനു വേണം, റോഡിൽ കളിക്കുന്ന പട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ചെയ്ത് ഒന്ന് കടിച്ചാൽ അതിനെ വിടുവിക്കാൻ ജനങ്ങൾ എത്ര അടിക്കും അത്രയും മൂർച്ചയോടെ പിടിക്കും. ಯಾಕೆ ಬೇಕು? ರಸ್ತೆಗಳಲ್ಲಿ 2 ನಾಯಿಗಳು ಕಿತ್ತಾಡುವುದಾದ್ರೆ ಜನರು ಎಷ್ಟೆಲ್ಲ ಪ್ರಯತ್ನ ಪಟ್ಟು ಬಿಡಿಸಿದರೋ, ಎಷ್ಟು ಬಿಡಿಸಿದರೋ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಕಚ್ಚುತ್ತಾ ಇರ್ತವೆ. നിങ്ങൾ കണ്ടു കാണുമല്ലോ, റോഡിൽ 2 പട്ടി തല്ല് പിടിക്കുമ്പോൾ കടിക്കുമ്പോൾ കോലെടുത്തടിച്ചാൽ ഇനിയും രോഷം കൂടുകയാണ്. ನೀವು ಕಂಡಿರಬಹುದು, ರಸ್ತೆಯಲ್ಲಿ 2 ನಾಯಿಗಳು ಕಚ್ಚಾಡುತ್ತಾ ಇರುವಾಗ ನೀವು ಕೋಲ್ ತೆಗೆದು ಹೊಡೆದ್ರೆ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಮಾಡುತ್ತವೆ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതിനെക്കാട്ടിലും ദുഷ്ട മൃഗങ്ങളുടെ മാതിരി ജനങ്ങൾ ഞങ്ങളുടെ വിരോധം വന്നപ്പോഴും യഹോവയാണ് ഞങ്ങളെ വിടുവിച്ച്. രോഗശക്തി വന്നപ്പോൾ യഹോവയാണ് വിടുവിച്ചത്. കടഭാരം വന്നപ്പോൾ യഹോവയാണ് വിടുവിച്ചത്. ನೋಡಿ, ಕೀರ್ತನೆಗಾರನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಇದಕ್ಕಿಂತಲೂ ದುಷ್ಟ ಮೃಗವಾಗಿರುವಂತಹ ಮನುಷ್ಯರು ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಬಂದರು, ಯೆಹೋವನು ನಮ್ಮನ್ನು ಬಿಡಿಸಿದನು. ರೋಗ ಶಕ್ತಿ ಬಂದರು, ಯೆಹೋವನು ನಮ್ಮನ್ನು ಬಿಡಿಸಿದನು. ಸಾಲ ಭಾರಗಳು ಬಂದರು, ಯೆಹೋವನ ಶಕ್ತಿ ನಮ್ಮನ್ನು ಬಿಡಿಸಿತು ಎಂಬುದಾಗಿ. യെശയ്യാവ് 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ಯೆಶಯ ಪ್ರವಾದಿಯ ಪುಸ್ತಕ 43:2 ವಾಕ್ಯ. നീ നദികളിൽ കടന്നു പോകുമ്പോൾ, ನೀನು ಜಲರಾಶಿಯನ್ನು ಹಾದು ಹೋಗುವಾಗ അത് നിന്നെ ಅದು ನಿನ್ನನ್ನು മുക്കുകയില്ല. ಮುಳುಗಿಸುವುದಿಲ್ಲ. തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ಅಗ್ನಿಯಲ್ಲಿ ನಡೆಯುವಾಗ അത് നീ വെന്തു പോകുകയില്ല. ನೀನು ದಹಿಸುವುದಿಲ್ಲ. പൈതലേ, നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിലാണ്. ದೇವರ ಮಕ್ಕಳಿನ ಒಂದು ಆತ್ಮಿಕ ಯುದ್ಧ സാത്താനും അതിന്റെ ശക്തികൾ നമ്മുടെ വിരോധമാണ്. ಸೈತಾನನ ಅದರ ಶಕ್ತಿಗಳು ನಮ್ಮ പക്ഷേ നമ്മളെ ವಿರುದ್ಧವಾಗಿದೆ. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ಆದರೆ ನಮ್ಮನ್ನು ಬಿಡಿಸುವ ಒಂದು ದೇವರಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ನಂಬುವವರೆಲ್ಲ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. നമ്മളെ വിടുവിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ನಮ್ಮನ್ನು ಬಿಡಿಸಿ ನಡೆಸುವ ಒಂದು ದೇವರಿದ್ದಾನೆ. 7-ാം വാക്യത്തിൽ പറയുകയാണ്, 7ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತಾ ಇದೆ, വേട്ടക്കാരൻ പക്ഷിക്ക് വേണ്ടി വലയിടുന്നത് പോലെ ಬೇಟೆಗಾರನು ಪಕ್ಷಿಗಾಗಿ ಬಲೆ ಹಾಸುವ ರೀತಿ സാത്താനും പാപവും അനേക ട്രാപ്പുകൾ നമ്മുടെ വിരോധം ഇട്ടപ്പോൾ, ಸೈತಾನನು ಪಾಪವು ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಅನೇಕ ಉರುಳುಗಳನ್ನು ಇಟ್ಟಾಗ പക്ഷിയെ പോലെ പറന്നു പോകത്തക്കതായി, ಒಂದು ಪಕ್ಷಿಯ ರೀತಿ ತಪ್ಪಿಸಿಕೊಂಡು ಹಾರಿ ಹೋಗುವ വിടുതൽ ರೀತಿ, പ്രാപിക്കത്തക്കതായി ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳುವ ರೀತಿ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ದೇವರು ನಮಗೆ ಸಹಾಯ ಮಾಡಿದನಲ್ಲ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 1 ಕೊರಿಂಥಿಯರಿಗೆ 10ನೇ ಅಧ್ಯಾಯದ 13ನೇ ವಾಕ್ಯ. നമുക്ക് എത്ര സഹിക്കാൻ പറ്റുമോ ನಮಗೆ ಎಷ್ಟು ಸಹಿಸಲು ಸಾಧ್ಯವೋ അതിന്റെ കൂടെ നമുക്ക് ഒരു പോക്ക് വഴിയും ദൈവം തന്നിരിക്കുകയാണ്. ಅದರೊಟ್ಟಿಗೆ ದೇವರು ನಮಗೆ ತಪ್ಪಿಸಿಕೊಳ್ಳುವ ಮಾರ್ಗವನ್ನು ಕೊಡುತ್ತಾನೆ. ദൈവ പൈതലായ കാരണം കഷ്ടമില്ലെന്നല്ല, ದೇವರ ಮಕ್ಕಳಾಗಿರುವ ಕಾರಣ ಕಷ್ಟ ಇಲ್ಲ ಎಂಬುದಾಗಿ ദൈവ ಅಲ್ಲ. പൈതലായ കാരണം വിടുതലുണ്ട് നിശ്ചയം. ಓ, ದೇವರ ಮಕ್ಕಳಾಗಿರುವ ಕಾರಣ ಬಿಡುಗಡೆ ಖಂಡಿತವಾಗಿ എത്ര പേര് ಉಂಟು. അനുഭവിച്ചിട്ടുണ്ട്. ಎಷ್ಟು ಜನ ಅನುಭವಿಸಿದ್ದೀರಿ? കഷ്ടതയില്ലാത്ത ലോകമല്ല, ಕಷ್ಟವಿಲ್ಲದಿರುವ ಲೋಕವಲ್ಲ. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഗ്യാരണ്ടി ഉള്ളത് വിടുതൽ. ಆದರೆ ದೇವರಲ್ಲಿ ಭರವಸೆ ಇಟ್ಟಿರುವವರಿಗೆ ಖಚಿತವಾಗಿರುವುದು ಬಿಡುಗಡೆ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുന്നത് സുരക്ഷിതം. ದೇವರಲ್ಲಿ ಭರವಸೆ ಇಟ್ಟವರಿಗೆ ಕೊಡುವಂತದ್ದು ಸುರಕ್ಷಿತೆ. പക്ഷെ മറന്നു പോകരുത്, സാത്താൻ നമുക്ക് വേണ്ടി കണി ഒരുക്കി വെക്കുകയാണ്. ಆದ್ರೆ ಮರೆತು ಬಿಡಬೇಡ್ರಿ, ಸೈತಾನ್ ನಮಗಾಗಿ ಉರುಳುಗಳನ್ನು ಇಡುತ್ತಾನೆ. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. ತಿಮೋತಿಯನಿಗೆ ಪೌಲನು ಹೇಳುವುದನ್ನು ಗಮನವಿಟ್ಟು ನೋಡ್ರಿ. തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. 2 ತಿಮೋತಿಯನಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯದ 26ನೇ ವಾಕ್ಯ. Timothy chapter 2 verse 26. 2 ತಿಮೋತಿಯನಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯದ 26. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ചു. സാത്താനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാണ് ഈ ലോകത്തിലെ ജനങ്ങൾ. ನೋಡಿ, ಸೈತಾನನಿಂದ ಹಿಡಿಯಲ್ಪಟ್ಟು ಈ ಲೋಕದಲ್ಲಿ ಜನರು ಬಿದ್ದವರಾಗಿದ್ದಾರೆ. സാത്താൻ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ കൊടുക്കാൻ പ്രയത്നിക്കുകയാണ് എല്ലാ മൊമെന്റിലും. ನೋಡಿ, ಸೈತಾನ ನಮ್ಮನ್ನು ಉರುಳಿಗೆ ಸಿಕ್ಕಿಸುವಂತೆ ಹೇಗಾದ್ರೂ ಬೀಳಿಸುವಂತೆ ಪ್ರತಿದಿನವೂ ಪ್ರಯತ್ನಿಸುತ್ತಾನೆ. നമ്മൾ പോകുന്ന ഈ ലോകത്തിൽ സാത്താന്റെ ലോകമാണ്. ನಾವು ಹೋಗುತ್ತಿರುವ ಈ ಲೋಕವು ಸೈತಾನ ಲೋಕ. മനുഷ്യൻ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച ലോകമാണിത്. ಮನುಷ್ಯನು ಸೈತಾನ ಕೈಯಲ್ಲಿ ಒಪ್ಪಿಸಿದ ಲೋಕವಿದು. യേശു വിടുവിക്കാൻ നമ്മൾ കാത്തിരിക്കുക.
കാത്തിരിക്കുകയാണ് ഈ ലോകത്തെ. ಈ ಲೋಕದಲ್ಲಿ ಯೇಸು ನಮ್ಮನ್ನು ಬಿಡಿಸಲು ಕಾಯುತ್ತಿದ್ದಾನೆ. പക്ഷെ ആ വിടുതലിന്റെ ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ಆದ್ರೆ ಆ ಬಿಡುಗಡೆಯ ಶಕ್ತಿ ದೇವರು ನಮ್ಮ ಒಳಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. അതിൽ നിന്ന് വിടുവിക്കത്തക്കതായി ദൈവം നമുക്കൊരു വഴിയെ ഒരുക്കും. ಅದರಿಂದ ಬಿಡಿಸುವಂತೆ ದೇವರು ನಮಗಾಗಿ ആർക്ക് വേണ്ടിയാണ്? ಯಾರಿಗಾಗಿ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ದೇವರಲ್ಲಿ ಭರವಸೆ ಇಟ್ಟವರಿಗಾಗಿ. അതാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. ಅದನ್ನೇ ಕೀರ್ತನೆಗಾರನು ആ ಹೇಳುತ್ತಿದ್ದಾನೆ. സങ്കീർത്തനകാരൻ 1-5 വാക്യത്തിൽ പറയുന്നത്, ಆ ಕೀರ್ತನೆಗಾರನು 1-5 ವಾಕ್ಯದಲ್ಲಿ ಹೇಳುವಂತೆ ദൈവം വിടുവിച്ചതിന്റെ ഉറപ്പ്. ದೇವರು ಬಿಡಿಸಿದರ ಖಚಿತತೆ. രണ്ടാമത്തെ കാര്യം 6-7 വാക്യത്തിൽ, ಎರಡನೇ ಕಾರ್ಯ 6-7 ವಾಕ್ಯದಲ್ಲಿ ദൈവത്തിന്റെ സുരക്ഷിതവും ദൈവത്തിന്റെ വിടുതലാണ്. ದೇವರ ಸಂರಕ್ಷಣೆಯು ದೇವರ ಬಿಡುಗಡೆಯಾಗಿದೆ. മൂന്നാം കാര്യം 8 വാക്യത്തിൽ പറയുകയാണ്. ಮೂರನೇ ಕಾರ್ಯ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ പക്ഷേ യഹോവയുടെ നാമത്തിൽ ഒരു നിമിഷം, 7 വാക്യത്തിന്റെ അവസാന ഭാഗം പറയുകയാണ്, എന്ന് നീ വിടുതൽ കിട്ടിയത്. ನೋಡಿ, 7ನೇ ವಾಕ್ಯದ ಕೊನೆಯ ಭಾಗ ಹೇಳ್ತದೆ ಹೇಗೆ ಈ ಬಿಡುಗಡೆ ಸಿಕ್ಕಿತು. നമ്മൾ കടിച്ച് നമ്മുടെ പ്രയത്നത്താലാണോ വെളിയിൽ വന്നത്? ಆ ಬಳೆಯನ್ನು ನಾವು ಕಚ್ಚಿ ನಮ್ಮ ಪ್ರಯತ್ನದಿಂದ ಹೊರಗೆ ಬಂದೆವಾ? പക്ഷെ എങ്ങനെയാ വെളിയിൽ വന്നത്? ಹೇಗೆ ಬಳೆಯಿಂದ ಹೊರಗೆ ಬಂದಿದ್ದು? കെണി പൊട്ടി നാം വഴുതി കെണി പൊട്ടിപ്പോയി, ಬಳೆಯು ಹರಿದು ಹೋಯಿತು, അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ്. ನಾವು ಅಲ್ಲಿಂದ ತಪ್ಪಿಸಿಕೊಂಡಿದ್ದೇವೆ. പൊട്ടിച്ചവൻ ആരാണ്? ಬಳೆಯ ಹರಿಯುವಂತೆ ಮಾಡಿದವನು ಯಾರು? ഹല്ലേലൂയ. ശത്രു ബന്ധിച്ച ബന്ധനങ്ങൾ, ಶತ್ರು ಬಂಧಿಸಿದ ಬಂಧನಗಳು, പാപത്തിന്റെ ബന്ധനങ്ങൾ, ಪಾಪದ ಬಂಧನಗಳು യേശു നമുക്ക് വേണ്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ಯೇಸು ನಮಗಾಗಿ ಹರಿದಿದ್ದಾನೆ. ആർക്ക് വേണ്ടിയാണ്? ಯಾರಿಗಾಗಿ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ದೇವರಲ್ಲಿ ಆಶ್ರಯ ಬಿಟ್ಟವರಿಗೆ. 8ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 8ನೇ ವಾಕ್ಯದಲ್ಲಿ ಕೀರ್ತನೆಗಾರನು ಹೇಳುತ್ತಿದ್ದಾನೆ, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. 121ാം സങ്കീർത്തനം 1-2 പറഞ്ഞത് സെയിം പറയുകയാണ്. നമ്മുടെ സഹായം എവിടെ നിന്നാണ്? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. ಕೀರ್ತನೆ 121 1-2 ವಾಕ್ಯ ಮತ್ತೆ ಇಲ್ಲಿ ಪುನರಾವರ್ತಿಸಿ ನೋಡುತ್ತಿದ್ದಾವೆ. ನಮಗೆ ಬರುತ್ತಿರುವ ಸಹಾಯವು ಎಲ್ಲಿಂದ ಬರುತ್ತದೆ? ಭೂಮಿ ಆಕಾಶಗಳನ್ನು ಉಂಟು ಮಾಡಿದ ಯೆಹೋವನಿಂದಲೇ ನಮ್ಮ ಸಹಾಯವು. വിടുതൽ ദൈവം മനുഷ്യരിൽ കൂടെ അയച്ചു കാണും. ಬಿಡುಗಡೆಯು ದೇವರ ಮನುಷ್ಯರ ಮುಖಾಂತರವಾಗಿ ಕಳುಹಿಸಬಹುದು. ലൗകിക മനുഷ്യരെ ഉപയോഗിച്ച് വിടുതൽ തന്ന് കാണും. ಆ ಮನುಷ್ಯರು ಆತ್ಮಿಕರಾಗಿರಬಹುದು ಅಥವಾ ಲೌಕಿಕದ ಮನುಷ್ಯರ ಮುಖಾಂತರವಾಗಿ ಬಿಡುಗಡೆ ಸಿಗಬಹುದು. ഈ വിടുതൽ യഹോവയിൽ നിന്നാണ്. ಆದ್ರೆ ಒಂದು ಅರ್ಥವಾಯಿತು, ಬಿಡುಗಡೆಯೋ ಯೆಹೋವನಿಂದಲೇ. ഓ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ಓ, ನನ್ನ ಸಹಾಯವು ಭೂಮಿ ಆಕಾಶಗಳನ್ನು ಉಂಟು ಮಾಡಿದ ಯೆಹೋವನಿಂದಲೇ. ഒരമ്മച്ചി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ಒಂದು ಅಜ್ಜಿಯವರು ಯಾವಾಗಲೂ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದರು. ജോലി ചെയ്യാൻ ഒട്ടും പറ്റുകയില്ല. ಅವರಿಗೆ ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. കൊച്ചു വീട്ടിലിരുന്ന് എന്നും പ്രാർത്ഥിക്കും. ತನ್ನ ಸಣ್ಣ ಮನೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಯಾವಾಗಲೂ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ, ഇന്നത്തെ ആഹാരം എനിക്ക് വേണ്ടി തരണമേ. ಕರ್ತನೇ, ಇಂದಿನ ಆಹಾರ ನನಗಾಗಿ ಕೊಡು. എനിക്ക് വേറെ വഴിയില്ല കർത്താവേ. ನನಗೆ ಬೇರೆ ದಿಕ್ಕಿಲ್ಲ ಕರ್ತನೇ. അവർ ആഹാര സമയമാകുമ്പോൾ, ಅವರ ಆಹಾರದ ಸಮಯ ಬರುವಾಗ ആരെങ്കിലും കൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കും. ಯಾರಾದ್ರೂ ಕೊಂಡು ಆಹಾರ ಕೊಡುತ್ತಾರೆ. ആഹാരം കിട്ടിയ ഉടനെ അമ്മച്ചിക്ക് വളരെ സന്തോഷം. ಆಹಾರ ಸಿಕ್ಕಿದ್ರೆ ಅಜ್ಜಿಗೆ ಬಹಳ ಸಂತೋಷ. ചിലപ്പോ ബിരിയാണി ആയിരിക്കും, കഞ്ഞി ആയിരിക്കും, ചപ്പാത്തി ആയിരിക്കും. ಕೆಲವು ವೇಳೆ ಬಿರಿಯಾನಿ ಆಗಿರಬಹುದು, ಗಂಜಿ ಆಗಿರಬಹುದು, ಚಪಾತಿ ಆಗಿರಬಹುದು. ഓടിപ്പോയി എല്ലാ വീട്ടിലും കാണിക്കും, കണ്ടോ ദൈവം എനിക്ക് വേണ്ടി തന്നു. ಸಿಕ್ಕಿದ ತಕ್ಷಣವಾಗಿ ಪಕ್ಕದ ಮನೆಯವರಿಗೆಲ್ಲ ತೋರಿಸಿ, ಕಂಡಿದ್ದೀರಾ, ದೇವರು ನನಗಾಗಿ ಕೊಟ್ಟನು. വെളി മക്കളെല്ലാം കളിച്ചുകൊണ്ടിരിക്കും, കണ്ടോ ദൈവം നമുക്ക് വേണ്ടി തന്നു, എനിക്ക് വേണ്ടി തന്നു. ಹೊರಗೆ ಮಕ್ಕಳೆಲ್ಲ ಆಟವಾಡ್ತಿದ್ದಾರೆ, ಅವರನ್ನು ತೋರಿಸಿ, ಈಗೋ ದೇವರು ನನಗಾಗಿ ಕೊಟ್ಟನು ಎಂಬುದಾಗಿ ತೋರಿಸ್ತಾರೆ. ഒരു ദിവസം ഈ മക്കൾ തീരുമാനിച്ചു, ಒಂದು ದಿವಸ ಈ ಮಕ್ಕಳು ತೀರ್ಮಾನಿಸಿ, ഈ അമ്മച്ചിയെ നമുക്കൊന്ന് കളിപ്പിക്കാം. ಈ ಅಜ್ಜಿಯನ್ನು ನಾವು ಸ್ವಲ್ಪ ഈ ಆಟವಾಡಿಸುವ. അമ്മച്ചി പ്രാർത്ഥിക്കുന്ന സമയം 11 മണിക്കാണ്. ಈ ಅಜ್ಜಿಯವರು ಪ್ರಾರ್ಥಿಸುವ ಸಮಯ 11 ಗಂಟೆ. പതക്കെ ഈ മക്കള് അമ്മച്ചി പ്രാർത്ഥിക്കുന്ന കേട്ട് ನಿಧಾನವಾಗಿ ಈ ಅಜ್ಜಿ ಪ್ರಾರ್ಥಿಸುವ ಮಕ್ಕಳು ಕೇಳಿಸಿಕೊಂಡ್ರು. ഓടിപ്പോയി ബേക്കറി പോയിട്ട് ಓಡಿ ಹೋಗಿ ಬೇಕರಿನಲ್ಲಿ 1 പൗണ്ട് ബ്രെഡ് മേടിച്ച് 1 ಪೌಂಡ್ ಬ್ರೆಡ್ ಅನ್ನು ಕೊಂದು, അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಆ ಅಜ್ಜಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇರುವಾಗ ആ ജനലിൽ കൂടെ ആ ബ്രെഡ് എറിയും. ಆ ಕಿಟಕಿಯಿಂದ ಬ್ರೆಡ್ ಅನ್ನು ಎಸೆದರು. ആ ബ്രെഡ് എറിഞ്ഞിട്ട് ഓടിപ്പോയി അവർ കളിക്കാൻ തുടങ്ങും. ಆ ಬ್ರೆಡ್ ಅನ್ನು ಎಸೆದು ಓಡಿ ಹೋಗಿ ಆಟವಾಡ್ತಾ ಇದ್ರು. ഇച്ചിരി നേരം കഴിഞ്ഞ് അമ്മച്ചി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ಸ್ವಲ್ಪ ಹೊತ್ತು ನೋಡಿ ಈ ಅಜ್ಜಿ ಕಣ್ಣು ತೆರೆದು ನೋಡಿದಾಗ ബ്രെഡ് കിടക്കുകയാണ്. ರೊಟ್ಟಿ ಕೆಳಗೆ ಬಿದ್ದಿದ್ದನು. ബ്രെഡ് എടുത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ ಆ ರೊಟ್ಟಿ ತೆಗೆದು ಹಲ್ಲೇಲೂಯಾ ಎಂಬುದಾಗಿ ಹೇಳಿದಾಗ പിള്ളേരെല്ലാം ഓടി വന്നു. ಈ ಹುಡುಗರೆಲ್ಲ ಓಡಿ ಬಂದ್ರು. അമ്മച്ചി ഇപ്പം നിങ്ങൾക്ക് ദൈവമാണോ തന്നത് ഇത്? ಆಗ ಅವರು ಕೇಳಿದ್ರು, ಅಜ್ಜಿ ಈಗ ಇದು ದೇವರ ನಿಮಗೆ ಕೊಟ್ಟಿದ್ದು? എപ്പോഴും പറയുമല്ലോ ദൈവമാ തന്നത്. ನೀವು ಯಾವಾಗಲೂ ಹೇಳ್ತಿರಲ್ಲ ದೇವರೆಲ್ಲ ಕೊಟ್ಟಿದ್ದು. അമ്മച്ചി പറയുമില്ല, ദൈവമാ എനിക്ക് വേണ്ടി തന്നത്. ಆಗಲೂ ಅಜ್ಜಿ ಹೇಳಿದ್ರು, ಇಲ್ಲ, ದೇವರೇ ನನಗೆ ಕೊಟ್ಟಿದ್ದು. ഓടി വെളിയിൽ വന്ന് പറയും, ദൈവം തന്ന ബ്രെഡ്, ദൈവം തന്ന ബ്രെഡ്. ಓಡಿ ಹೊರಗೆ ಬಂದು ಅಜ್ಜಿ ಹೇಳ್ತಾ ಇದ್ರು, ದೇವರು ಕೊಟ್ಟ ಬ್ರೆಡ್, ದೇವರು ಕೊಟ್ಟ ಬ್ರೆಡ್. മക്കളെല്ലാരെയും കൂട്ടി വെച്ച് പറയും. ಈ ಮಕ್ಕಳು ಎಲ್ಲರನ್ನು ಕೂಡಿಸಿ ಹೇಳ್ತಾರೆ, അമ്മച്ചിക്ക് തെറ്റ് പറ്റിപ്പോയി, ನೋಡಿ ಅಜ್ಜಿಗೆ ತಲೆ ಕೆಟ್ಟಿದೆ, ഇന്ന് ഞങ്ങളാ ഈ ബ്രെഡ് എറിഞ്ഞത്, ನಾವೇ ಈ ಬ್ರೆಡ್ ಕೊಟ್ಟಿದ್ದು, അമ്മച്ചി ഇത് ദൈവമല്ല തന്നത്. ಅಜ್ಜಿ ಇದು ದೇವರೆಲ್ಲ ಕೊಟ್ಟಿದ್ದು. അമ്മച്ചി പറഞ്ഞു, എനിക്ക് അറിയാം പിള്ളാരെ. ಅಜ್ಜಿ ಹೇಳಿದ್ರು, ನನಗೆ ಗೊತ್ತು ಮಕ್ಕಳೇ, ഇന്ന് ദൈവം ബ്രെഡ് തന്നപ്പോൾ ಇಂದು ದೇವರು ಬ್ರೆಡ್ ಕೊಟ್ಟಾಗ കുട്ടി പിശാചിന്റെ അടുത്ത് കൊടുത്തയച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. ಕುಟ್ಟಿ ಸೈತಾನನ ಮುಖಾಂತರವಾಗಿ ಕೊಟ್ಟರು, ಅಷ್ಟೇ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എവിടെ നിന്ന് വന്നാലും ಎಲ್ಲಿಂದ ಬಂದರು അത് യഹോവ അനുവദിച്ചാലേ സാധിക്കൂ. ಅದು ಯೆಹೋವನ ಅನುಮತಿಸಿದರೆ ಮಾತ್ರ ಸಾಧ್ಯ. സങ്കീർത്തനക്കാരന്റെ കൂടെ ചേർന്ന് നമുക്കും പറയാം,
ಕೀರ್ತನೆಗಾರನೊಟ್ಟಿಗೆ ಸೇರಿ ನಾವು എന്റെ ಹೇಳೋಣ, സഹായം എവിടെ നിന്ന് വരുന്നു? ನನ್ನ ಸಹಾಯ ಎಲ್ಲಿಂದ ഓ, ಬರುತ್ತಾ ಇದೆ? എന്റെ ഓഫീസിൽ നിന്നല്ല, ನನ್ನ ಕಚೇರಿಯಿಂದಲ್ಲ, എന്റെ ഫാക്ടറിയിൽ നിന്നല്ല, ನನ್ನ ಕಾರ್ಖಾನೆಯಿಂದಲ್ಲ, ಯಾರೋ എന്റെ മേലെ ദയ കാണിച്ച കാരണമല്ല, ಯಾರೋ ನನ್ನ ಮೇಲೆ ದಯ ತೋರಿಸಿದ ഓ, എന്റെ ಕಾರಣವಲ್ಲ, കുടുംബമല്ല, ನನ್ನ ಕುಟುಂಬವಲ್ಲ, പഠിച്ച വിദ്യയല്ല, ನಾನು ಓದಿದ ವಿದ್ಯೆ ಅಲ್ಲ, എന്റെ കഴിവല്ലേ അല്ല. ನನ್ನ ಸಾಮರ್ಥ್ಯ ಅಲ್ಲವೇ. കൈകൾ ഉയർത്തി പറഞ്ഞാട്ട്, ಕರಗಳನ್ನು ಎತ್ತಿ ಹೇಳ್ರಿ, എന്റെ സഹായം ನನ್ನ ಸಹಾಯವು ആകാശത്തെ ഭൂമിയെ ಆಕಾಶ ಭೂಮಿಯನ್ನು ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ಸೃಷ್ಟಿಸಿದ ಯೆಹೋವನಿಂದ. സന്നിധാനത്തിൽ എല്ലാവരും എണീറ്റ് നിൽക്കാം. ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. കർത്താവിന്റെ ദാസൻ മെസ്സേജ്